നമ്മൾ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് പഠിച്ചുകൊണ്ട് വരികയാണല്ലേ. ആ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് പഠിച്ച് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നൊരു പുതിയ ഭാഗത്തിലേക്ക് വരികയാണ്. മാനേജ്മെന്റ് നേച്ചർ പഠിച്ചു, ഇമ്പോർട്ടൻസ് പഠിച്ചു, കാറ്റഗറീസ് പഠിച്ചു, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചാപ്റ്ററിനകത്ത് നിന്ന് ക്യാരക്ടറിക്സ് എന്താണ് പ്ലസ് ഇമ്പോർട്ടൻസ് പ്ലസ് നേച്ചർ പഠിച്ചു. ഇനി നമുക്ക് ലെവല് കേൾക്കാം. മാനേജ്മെന്റിന് ഒന്നിലധികം ലെവലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ലെവലുകളെ കുറിച്ചും എന്താണ് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക്. ഒന്നാമത്തെ ലെവലിന്റെ പേര് ടോപ്പ് മാനേജ്മെന്റ് അഥവാ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. നമ്മൾ കേട്ട് പരിചയമുള്ളത് തന്നെയാണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്നും ലോവർ ലെവൽ മാനേജ്മെന്റ് എന്നും മൂന്നായി തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. മാനേജ്മെന്റ് ലെവലുകളെ ടോപ്പ് ലെവല് പ്ലസ് എന്താണ് മിഡിൽ ലെവല് പ്ലസ് ലോവർ ലെവൽ. ഈ പിക്ചർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ടോപ്പ് ലെവലിനകത്ത് കണ്ടു അതിന്റെ വിസ്താരം കുറവ് പോലെ ടോപ്പ് ലെവലിനകത്തുള്ള എംപ്ലോയീസിന്റെ എണ്ണവും കുറവായിരിക്കും. എന്നാൽ മിഡിൽ ലെവലിനെ എടുക്കുമ്പോൾ മിഡിൽ ലെവലിൽ കുറച്ചുകൂടി എംപ്ലോയീസ് ഉണ്ടായിരിക്കും, എന്താണ് വിസ്താരം കൂടുതലുള്ള മേഖലയായിരിക്കും. ഇനി ലോവർ ലെവലിനെ എടുക്കുമ്പോൾ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്നപ്പോഴത്തേക്ക് വളരെ വിസ്തൃതമായിട്ടുള്ളതാണ്. കാരണം ഒരു സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് വരുന്ന മേഖല ഭാഗം എന്തായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. കാരണം എന്താണ് എംപ്ലോയീസ് സാധാരണക്കാരായ എംപ്ലോയീസ് ആയിരിക്കും എപ്പോഴും സ്ഥാപനത്തിൽ കൂടുതൽ. അതുകൊണ്ടാണ് ഈ പിക്ചർ വരച്ചു വെക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റും ടോപ്പ് മിഡിൽ ആൻഡ് ലോവറോട് ഉദ്ദേശിക്കുന്നത്. ലോവർ ലെവലിന് എന്താണ് രണ്ട് പേരുകൾ കൂടിയുണ്ട്. ഓപ്പറേഷണൽ ലെവൽ എന്നും സൂപ്പർവൈസറി ലെവൽ എന്നും കൂടി നമ്മൾ വിളിക്കും. ടോപ്പ് ലെവല് മിഡിൽ ലെവല് പ്ലസ് ലോവർ ലെവലിനെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് എന്ന് മാത്രമേ കാണൂ, ചിലപ്പോൾ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ് എന്ന് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മാനേജ്മെന്റിനെ 3 ലെവലുകളായി തരംതിരിച്ച് ടോപ്പ് മിഡിൽ ആൻഡ് ലോവർ എന്ന് വിളിച്ച് തരംതിരിച്ച് കേൾക്കാം. അതിൽ ടോപ്പ് മാനേജ്മെന്റ് എന്താണെന്ന് കേൾക്കാം. ജസ്റ്റ് നിങ്ങൾ അത് മാത്രം കേട്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് 1 മാർക്കിന് ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വിശാലമായിട്ട് പഠിക്കാനൊന്നുമില്ല. ഇവിടെ കേൾക്കാനുള്ളത് ടോപ്പ് ലെവലിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയെന്നാണ്. അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ദ ചെയർമാൻ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഈ ടോപ്പ് ലെവലിൽ വരുന്ന ആൾക്കാർ ക്വസ്റ്റ്യനിൽ വരുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO മാക്സ് ഫോളോയിങ്ങിനകത്ത് വരും. CEO ഏത് ഭാഗത്ത് വരുന്നു? CEO വരുന്നത് എപ്പോഴും ടോപ്പ് മാനേജ്മെന്റിന്റെ ഭാഗത്തായിരിക്കും. അതായത് ഒരു ടോപ്പ് മാനേജ്മെന്റിനകത്ത് വരുന്ന ആൾക്കാർ ആരെല്ലാമാണെന്ന് ചോദിക്കും. അപ്പോൾ നോക്കിക്കോളൂ, ടോപ്പ് ലെവലിനകത്ത് വരുന്നവർ ഒരു സ്ഥാപനത്തിലെ ചെയർമാൻ ഉണ്ടെങ്കിൽ അയാൾ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ഉണ്ടെങ്കിൽ അയാൾ, പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ വരുന്ന ടോപ്പ് ലെവലിൽ വരുന്ന ഉന്നതരായിട്ടുള്ള ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥരാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഭാഗം. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പ് മോസ്റ്റ് എംപ്ലോയീസ് എന്ന് വിളിച്ചുകൂടാ. ചിലർ ഇപ്പം നമ്മൾ CEO ഒക്കെ ചിലപ്പോൾ സ്ഥാപനത്തിലെ മുതലാളിയായിരിക്കും, ഓണർ ആയിരിക്കും നമ്മൾ CEO എന്നൊക്കെ വിളിക്കാറുള്ളത്. അപ്പോൾ ദ ടോപ്പ് മോസ്റ്റ് പീപ്പിൾസിന്റെ ഓർഗനൈസേഷൻ ആൾക്കാർ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൾക്കാരെ ഓർത്ത് വെച്ചേക്കുക. ചെയർമാൻ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടങ്ങുന്ന ഒരു ടീമാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഭാഗം. എന്നാൽ നമുക്ക് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരൊക്കെ ചേർന്നാണെന്ന് നോക്കാം. മിഡിൽ ലെവലിന് വിശാലമായിട്ടൊന്നും പറയുന്നില്ല. ആൾ ദ ഫങ്ഷണൽ മാനേജേഴ്സ്, എല്ലാ ഫങ്ഷണൽ മാനേജേഴ്സുകളും. ഫങ്ഷണൽ മാനേജർമാരെന്ന് ഉദ്ദേശിക്കുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളെയാണ് നമ്മൾ ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആരൊക്കെയും പിന്നെ സെയിൽസ് എന്ന ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റിലാണല്ലോ. ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡുകളാണ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് അഥവാ ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെന്റിനകത്ത് വരുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകൾ. അതായത് ഒറ്റ വാക്കിൽ പറയുമ്പോൾ നമ്മൾ ഫങ്ഷണൽ മാനേജർ എന്ന വാക്ക് ഉപയോഗിക്കുമെങ്കിലും ഒറ്റ വാക്കിൽ പറയുമ്പോൾ പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ എന്ന രീതിയിൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സുകൾ, അതാണ് ക്ലിയർ ആയിട്ടുള്ള വാക്ക്. ഫങ്ഷണൽ മാനേജേഴ്സ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും
മാനേജർമാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരടങ്ങുന്ന മാനേജ്മെന്റ് ആണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്നും. ഇനി ലോവർ ലെവൽ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം പിന്നെ എംപ്ലോയീസ് അടങ്ങുന്ന എന്ത് ചെയ്യുമ്പോൾ വിശാലമായ മാനേജ്മെന്റ് ഫംഗ്ഷനാണ്. അപ്പോൾ സാധാരണയായിട്ട് ലോവർ ലെവൽ മാനേജ്മെന്റിൽ വരുന്നത് ഫോർമാൻ, ഒരു സ്ഥാപനത്തിൽ ഫോർമാൻ അടക്കം അഥവാ സൂപ്പർവൈസേഴ്സ് അടക്കമുള്ള പിന്നെ ലേബേഴ്സും ഫോർമാനും സൂപ്പർവൈസറും അടക്കമുള്ള എല്ലാ എംപ്ലോയീസും സ്ഥാപനത്തിന്റെ ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അതായത് അതുകൊണ്ടാണ് സൂപ്പർവൈസേഴ്സ് കൂടി ആ ലെവലിൽ വരുന്നതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ് എന്ന്. ഓപ്പറേഷണൽ മീൻസ് വർക്കേഴ്സ് എല്ലാം അടങ്ങുന്ന, ഓപ്പറേഷൻ നടക്കുന്നത് ഏത് ലെവലിലാണെന്ന് ചോദിച്ചാൽ അത് എന്ത് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പറേഷണൽ ലെവലിലായതുകൊണ്ട് നമ്മൾ ആ പേര് കൂടി ഉപയോഗിക്കുന്നു. അപ്പോൾ എന്നപ്പോഴത്തേക്ക് സൂപ്പർവൈസേഴ്സും ഫോർമാനും ലേബേഴ്സും അടങ്ങുന്ന എന്ത് ചെയ്യുമ്പോൾ പിന്നെ ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ടോപ്പ് ലെവല് എന്താണ് ചെയർമാനും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവ്സും അടങ്ങുന്ന ടോപ്പ് ലെവലും, മിഡിൽ ലെവലിൽ വരുന്നത് ഫങ്ഷണൽ മാനേജേഴ്സ്, സെയിൽസ് മാർക്കറ്റിംഗ് പോലുള്ള ഫങ്ഷണൽ മാനേജേഴ്സും, ലോവർ ലെവലിൽ വരുന്നത് സൂപ്പർവൈസേഴ്സും ഫോർമാനും ലേബേഴ്സും അടക്കമുള്ള എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഒരു ടീമുമാണ് എവിടെ നമ്മുടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന ഭാഗത്തെ പിന്നെ ആ ടീം അംഗങ്ങൾ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, സ്ഥാപനത്തിന് 3 ലെവൽസ് ഉണ്ടായിരിക്കും. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ഈ 3 ലെവലുകളും ചേർന്നാണ് ഒരു സ്ഥാപനത്തിനെ ഭംഗിയായി മാനേജ് ചെയ്യുക. ആ മാനേജ് ചെയ്യുന്ന ലെവലുകളെ നമ്മൾ ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് വിളിച്ചു. അതിനകത്ത് വരുന്ന അംഗങ്ങൾ വ്യക്തമായി പഠിച്ചോളണം, എഴുതി തന്നെ വെച്ച് പഠിച്ചോളണം. കാരണം ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് കിട്ടുന്ന ഭാഗമാണ്. ഏതെങ്കിലും ഒരു ഭാഗം ചോദിച്ചിട്ട് 1 മാർക്കിന് ഇപ്പോൾ ഫോർമാൻ മാച്ച് ഫോളോയിങ്ങിൽ എവിടെയെങ്കിലും കാണും, സൂപ്പർവൈസറി ലെവൽ എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ ഓർമ്മ വേണം, ഫോർമാൻ സൂപ്പർവൈസറി ലെവലിൽ വരുന്ന ഒരു അംഗമാണ്. അങ്ങനെ മാച്ച് ഫോളോയിങ് കിട്ടുന്ന ഒരു ഭാഗമാണിത്. എന്നാലും വായിച്ചു വെച്ചേക്കണം. വെറുതെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. ഇത്ര മാത്രമേ അവിടെ ലെവൽസിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാം. ഈ ചാപ്റ്ററിനകത്തുനിന്ന് ഒരേ ഒരു ഭാഗം കൂടി പഠിക്കുമ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ തീരും. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് വന്നേക്കുന്നത്. നമ്മളിവിടെ മാനേജ്മെന്റിനെ കുറിച്ച്, മാനേജ്മെന്റ് നേച്ചർ, ഇമ്പോർട്ടൻസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിച്ചു. അതിനുശേഷം മാനേജ്മെന്റിന് ഒന്നിലധികം ലെവലുണ്ടെന്ന് പഠിച്ചു. നമ്മൾ ആ ലെവലുകളെല്ലാം തന്നെ എന്ത് ചെയ്തു, വ്യക്തമായി എന്ത് ചെയ്യുമ്പോഴത്തേക്ക് പഠിച്ച് അതിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കേട്ടു. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മാനേജ്മെന്റിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഭാഗം കൂടിയുണ്ട്. ആ ഭാഗത്തിനെ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. മാനേജ്മെന്റ് ഈ ചാപ്റ്റർ തീർക്കാം. നമുക്ക് കോർഡിനേഷൻ എന്നൊരു ഭാഗം കൂടി ഈ ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കാനുണ്ട്. കോർഡിനേഷൻ എന്നത് എന്ത് ചെയ്യുമ്പോൾ ഒരു സെന്റൻസ് ആണ്, കോമൺ സെന്റൻസ് ആണ്. നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ അതേ കണക്കിൽ ചോദിക്കും, സെന്റൻസ് അതേ കണക്ക് ചോദിക്കും. കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന്. കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന്റെ അടിസ്ഥാന സത്ത എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണ്. അപ്പോൾ എസൻസോട് ഉദ്ദേശിക്കുന്നത് ചെയ്യുമ്പോഴത്തേക്ക് സത്ത എന്നാണ്. അപ്പോൾ അടിസ്ഥാനം. അപ്പോൾ ഏതൊരു മാനേജ്മെന്റിന്റെയും അടിസ്ഥാന സത്ത് അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് കോർഡിനേഷൻ ചെയ്യുക. അപ്പോൾ കോർഡിനേഷൻ ഇല്ലാണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് എവരി മാനേജ്മെന്റ് എന്ന് എന്ത് ചെയ്യുക, അറിഞ്ഞു വെച്ചിരിക്കുക നിങ്ങൾ. അപ്പോൾ എന്താണ് കോർഡിനേഷൻ എന്ന് നമുക്ക് ഡീപ്പായി പഠിക്കാൻ, അതിൻ്റെ കാറ്റഗറീസ് അടക്കം പഠിക്കാം. കോർഡിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ പ്രോസസ്. ഇറ്റ്സ് എ മാനേജർ സിങ്ക്രണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്, ഒരു മാനേജർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ടു സിങ്ക്രണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഒരു സ്ഥാപനത്തിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും, നമുക്കറിയാം. ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനം എന്താക്കുക, ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോവുക എന്നതാണ് കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ
അതേപോലെ പർച്ചേസ്, പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകീകരിപ്പിച്ച് കൊണ്ടുപോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ. അപ്പോൾ കോർഡിനേഷൻ എവരി മാനേജ്മെൻറ്റ് എസൻസ് ആണ് എന്ന് പറയുന്നത് പോലെ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് എ മാനേജർ സിങ്ക്രണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഒരേപോലെ ഏകീകരിപ്പിച്ച് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേഷനായി. അപ്പോൾ കോർഡിനേഷൻ ഈസ് ദ എസൻസ് ഓഫ് എന്താണ് മാനേജ്മെൻറ്റ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. എന്താണ് കോർഡിനേഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. It is a process which manager synchronize the activities of different in the departments. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമ്പോഴത്തേക്കും കോർഡിനേഷൻ എന്താണെന്ന് മനസ്സിലായി. ഒന്നിലധികം എന്താണ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പലതരം പ്രവർത്തനങ്ങൾ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി ആയിരിക്കില്ല പർച്ചേസ് നടക്കുക, അതേ ജോലി ആയിരിക്കില്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എന്താണ് പ്രവർത്തന രീതി അനുസരിച്ച് എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകീകരിപ്പിച്ച് കോമൺ ഗോളിലേക്ക് കൊണ്ടുപോവുക എന്ന പ്രോസസ്സാണ് കോർഡിനേഷൻ എന്ന എന്താണ് ധർമ്മം ചെയ്യുന്നത്. ഈ കോർഡിനേഷൻ എവരി മാനേജ്മെൻറ്റിൻ്റെ എന്താണ് അൺഅവോയ്ഡബിൾ ഫാക്ടറായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഒരു മാനേജ്മെൻറ്റും ഒരു മാനേജറും എവിടെ ഉണ്ടെങ്കിലും അവിടെ എന്തും സാധ്യമാകും, കോർഡിനേഷനും സാധ്യമാകും എന്നറിഞ്ഞു വെച്ചിരിക്കുക. ഇനി നമുക്ക് കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി മാത്രമേ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് കേൾക്കാവുള്ളൂ. അതിൽ പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ കഴിയും, പിന്നെ അതിനകത്തൊന്നുമില്ല. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ അതോടെ അവസാനിക്കുകയാണ്. കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി കേൾക്കുന്നു. അപ്പോൾ കോർഡിനേഷന് എന്താണ് നമ്മളെപ്പോഴും കേൾക്കുന്ന പോലെ 5 കാറ്റഗറീസ് തന്നെയാണ് എല്ലാത്തിനും ഉള്ളതുപോലെ 5 കാറ്റഗറീസ് നമ്മൾ പഠിക്കുന്നു. ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫർട്ട്. അപ്പോൾ കോർഡിനേഷൻ എന്ന ആക്ടിവിറ്റിക്കുള്ള ഒന്നാമത്തെ എന്തെയ്യുമ്പോഴത്തേക്ക് സ്വഭാവ സവിശേഷത ഇത് ഗ്രൂപ്പ് എഫർട്ടുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കുന്നു, ഒന്നിച്ച് ചേർക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ എന്തെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് യൂണിഫൈ ദ അൺറിലേറ്റഡ് ഡൈവേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ടു പർപ്പസ്ഫുൾ വർക്ക് ആക്ടിവിറ്റി. അപ്പോൾ ഒരു സ്ഥാപനത്തിലുള്ള എന്താണ് ഒന്നിലധികം പല ഗ്രൂപ്പുകൾ പല രീതിയിൽ ചെയ്യുന്ന ജോലികളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിച്ച് ചേർത്ത് ഇറ്റ് ഗിവ് എ കോമൺ ഫോക്കസ്, ഒരു കോമൺ ഗോളിലേക്ക് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. ഇറ്റ് ഗിവ് എ കോമൺ ഫോക്കസ് ടു ഗ്രൂപ്പ് എഫർട്ട് ടു എൻഷുർ ദാറ്റ് പെർഫോമൻസ് ഈസ് എ പ്ലാൻഡ് ആൻഡ് ഷെഡ്യൂൾഡ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് വെൽ പ്ലാൻഡ് ഷെഡ്യൂൾഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒന്നിലധികം ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെ ഏകീകരിപ്പിക്കുക എന്ന അടിസ്ഥാനപരമായ ജോലി ആര് ചെയ്യുന്നു, കോർഡിനേഷൻ എന്ന ധർമ്മം ചെയ്യുന്നു. അപ്പോൾ കോർഡിനേഷൻ്റെ ഒന്നാമത്തെ സവിശേഷത കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫർട്ട്. അപ്പോൾ കോർഡിനേഷൻ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് എഫർട്ടുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കുന്നു, ഏകീകരിപ്പിക്കുന്നു, ഒരേപോലെ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആര്, കോർഡിനേഷൻ. അപ്പോൾ എന്താണ് ഒരു സ്ഥാപനം എന്താണ് നോക്കി നടത്തി വരുന്ന ഒന്നിലധികം ജോലികളായിട്ട് യൂണിഫൈ അൺറിലേറ്റഡ് ഓർ ഡിവൈഡ്സ് ഇൻട്രസ്റ്റ്, പലതരത്തിൽ പല ആൾക്കാർ ചെയ്യുന്ന പല ജോലികളെ കോമൺ ഗോളിലേക്ക് എന്ത് ചെയ്യുമ്പോൾ നയിക്കുക എന്ന അടിസ്ഥാനപരമായ ജോലി ആര്, തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റിൻ്റെ എസൻസായ കോർഡിനേഷനിലൂടെ ഗ്രൂപ്പ് എഫർട്ടുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കുന്നു. അപ്പോൾ എന്താണ് കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫർട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാറ്റഗറി യൂണിറ്റി ഓഫ് ആക്ഷൻ എന്നാണ്. അപ്പോൾ എന്താണ് കോർഡിനേഷൻ ഇറ്റ് എൻഷുർ ദി യൂണിറ്റി ഓഫ് ആക്ഷൻ, ഒന്നിലധികം പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒരേപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ കോമൺ ഗോളിലേക്ക് കൊണ്ടുവരിക. അത് തന്നെയാണ് വീണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എത്രയാണ്, the purpose of coordination is to secure unity of action in the realization of a common purpose. ഒരു പൊതുവായ ധർമ്മത്തിന് വേണ്ടി, കോമൺ ധർമ്മത്തിന് വേണ്ടി, കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് വർക്ക് നോക്കി നടത്തുന്നതിന് വേണ്ടി യൂണിറ്റി ഓഫ് എന്താണ് ആക്ഷൻ, ഏകീകരണം, പലതരം ജോലികളുടെ ഏകീകരണം സാധ്യമാക്കുന്നു. ആരും ഈ പറഞ്ഞ കോർഡിനേഷൻ എന്ന മാനേജ്മെന്റ് ആക്ടിവിറ്റി. ഇറ്റ് ആക്ട് ആസ് എ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് എൻഷുർ ദാറ്റ് ആൾ ആക്ഷൻ ഈസ് എയിംഡ് at achieving the goal of the organization. ഇതൊരു എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബൈൻഡിങ് ഫോഴ്സായി നിൽക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടുന്ന പ്രചോദനം കൊടുത്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു എന്താ ബൈൻഡിങ് ഫോഴ്സാണ് ആര്, മാനേജ്മെൻറ്റിൻ്റെ എന്താണ് അടിസ്ഥാന ഫംഗ്ഷനായ കോർഡിനേഷൻ. വീണ്ടും പറയുന്നു, ഇറ്റ് ആക്ട് ആസ് എ കോമൺ ബൈൻഡിങ് ഫോഴ്സ് ടു ആൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ അച്ചീവിങ് ദി കോമൺ ഗോൾ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ
ചെയ്യുമ്പോഴത്തേക്ക് കോമൺ ഗോൾ അച്ചീവ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലേക്ക് യൂണിറ്റി ഓഫ് ആക്ഷൻ, അതായത് ഐക്യത, അല്ലെങ്കിൽ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യുന്നത് ഒരേ ജോലിയാണ്, ഒരേ ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ജോലിയാണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഇതാകുമ്പോഴത്തേക്ക് യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന പ്രവർത്തനം സാധ്യമാക്കി തരുന്നു. എന്ത്? കോർഡിനേഷൻ എന്ന എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ധർമ്മം. അപ്പോൾ കോർഡിനേഷൻ ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫർട്ട് എന്ന് പറഞ്ഞു. ഒന്നിലധികം ആൾക്കാരുടെ ജോലികളെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകും പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ആക്ഷൻ യൂണിഫൈ ചെയ്യാൻ, പ്രവർത്തനം ഒരേപോലെ ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി പറയുന്നു ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. കോർഡിനേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആൾറെഡി നിങ്ങൾ കേട്ടതും എന്താണ് പഠിച്ചതുമായ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ കോർഡിനേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, കോർഡിനേഷൻ ഈസ് നോട്ട് വൺ ടൈം ഫംഗ്ഷൻ ബട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊരു വൺ ടൈം ഫംഗ്ഷൻ അല്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഇറ്റ് ബിഗിൻസ് അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ്. എവിടെ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്ലാനിങ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുകയും, നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് 5 ഫംഗ്ഷൻസ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതിൽ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ കോർഡിനേറ്റ് ചെയ്യുക, ഏകീകരിപ്പിക്കുക, ഡിഫറൻറ്റ് ഫംഗ്ഷൻസിനെ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോവുക എന്ന ധർമ്മം ആരംഭിക്കുകയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാപനത്തിൻ്റെ കൺട്രോളിങ് ഫംഗ്ഷൻ വരെ, അവസാന ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് എന്ന ഫംഗ്ഷൻ വരെ ഒരേപോലെ കൊണ്ടുപോവുകയും അത് എന്ത് ചെയ്യുമ്പോഴത്തേക്ക് സ്ഥാപനത്തിൻ്റെ സക്സസ്, ഗോൾ അച്ചീവ്മെന്റ് വരെ ഒരേ കണക്ക് നോക്കി നടത്തുകയും ചെയ്യുന്നുണ്ട് കോർഡിനേഷൻ എന്ന ആക്ടിവിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും കോർഡിനേഷൻ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സ്റ്റാർട്ട് ചെയ്താൽ എന്ത് ചെയ്യുന്നില്ല, എൻഡ് ചെയ്യപ്പെടുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ അടുത്തയിലേക്ക് വരുന്നു, അത് കഴിഞ്ഞാൽ അടുത്തയിലേക്ക് വരുന്നു. അങ്ങനെ കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് കൂടി അറിഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുമ്പോഴത്തേക്ക് കോർഡിനേഷനെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ എന്താണ് കോർഡിനേഷൻ്റെ കാറ്റഗറീസ് പറയുമ്പോൾ ഇറ്റ് ഈസ് എന്താണ് ഇൻ്റഗ്രേറ്റ് ഗ്രൂപ്പ് എഫർട്ട്. ഇത് ഗ്രൂപ്പ് എഫർട്ടുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കുന്നു. യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ടാക്കുന്നവയാണ് എന്താണ് കോർഡിനേഷൻ എന്ന പ്രോസസ്സ്. പ്ലസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ്, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് കൂടിയാണ്. യൂണിറ്റി ഉണ്ടാക്കുന്ന മീൻസ് പല പ്രവർത്തനങ്ങളെ ഏകീകരിപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞു എന്താണ് പ്ലാനിങ്ങിൽ തുടങ്ങി കൺട്രോളിംഗ് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡിഫറൻറ്റ് ആക്ടിവിറ്റീസിനെ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി മാറിക്കോളും. അടുത്തത് ഇറ്റ് ഈസ് ആൾ പെർവസീവ് എന്താണ് നേച്ചർ. ഇതൊരു പെർവസീവ് ഫംഗ്ഷൻ കൂടിയാണ്, ആൾ പെർവസീവ് ഫംഗ്ഷൻ കൂടിയാണ്. ആൾ പെർവസീവ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ്വവ്യാപിയായ, എന്ന് വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന, വിശാലമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഫംഗ്ഷൻ കൂടിയാണ് കോർഡിനേഷൻ എന്നത്. അതായത് എന്തെങ്കിലും നമ്മൾ നേരത്തെ പെർവസീവ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ മാനേജ്മെന്റിന്റെ പ്ലാനിങ് ലെവല് തൊട്ട് കൺട്രോളിങ് ലാസ്റ്റ് ലെവൽ വരെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷൻ വരെ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മുക്കിലും മൂലയിലും എന്തെയ്യുമ്പോഴത്തേക്ക് കോർഡിനേഷന്റെ അഥവാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇന്റഗ്രേഷന്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കോർഡിനേഷനെ നമുക്ക് ആൾ പെർവസീവ് ഫംഗ്ഷൻ ആണ് എന്ന് വിളിക്കാം. ആൾ പെർവസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം സർവ്വവ്യാപിയാണെന്ന്. കോർഡിനേഷൻ റിക്വയർഡ് ആൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഡ്യൂ ടു ദ എന്താണ് ഇന്റർ ഡിപ്പെൻഡന്റ് നേച്ചർ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റുകൾ പലതരം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധം ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് സമയാസമയങ്ങളിൽ വാങ്ങിക്കൊടുക്കുക എന്നതാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ജോലി. അപ്പോൾ തീർച്ചയായിട്ടും അവർ തമ്മിൽ പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടായിരിക്കും എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ഥാപനത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും എല്ലാ ലെവലുകളിലും ചെയ്യുമ്പോഴത്തേക്കും ഒരേപോലെ ചേർന്ന് നിൽക്കുമ്പോൾ എവിടെ നോക്കിയാലും കോർഡിനേഷന്റെ അത്യാവശ്യം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആൾ പെർവസീവ് നേച്ചറിലുള്ള ഫംഗ്ഷൻ എന്ന് കോർഡിനേഷനെ വിളിക്കാൻ കാരണം അതാണ്. അപ്പോൾ ഇറ്റ് ഇന്റഗ്രേറ്റ് ദ എഫർട്ട് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും ഡിഫറെന്റ് ലെവലുകളുടെയും ചെയ്യുമ്പോഴത്തേക്കും ഫംഗ്ഷൻസിനെ ഒരേപോലെ നോക്കി നടത്തുമ്പോൾ, ലെവൽ മീൻസ് ടോപ്പ്, മിഡിൽ ആൻഡ് ലോവർ ലെവൽസിനെയും, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് മീൻസ് പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങളെ ഒരേപോലെ നോക്കി നടത്തുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ, കോർഡിനേഷനെ ആൾ പെർവസീവ് നേച്ചറിലുള്ള ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഒരു ധർമ്മമാണ് എന്ന് വിളിക്കാം.
അപ്പോൾ മാനേജ്മെന്റ് ആൾ പെർവസീവ് നേച്ചറിലുള്ള എന്താണ് ഫംഗ്ഷൻ കൂടിയാണ്. ഇനി എന്ത് ചെയ്യുമ്പോഴത്തേക്കും ഒരേ ഒരു എന്താണ് കാറ്റഗറീസ് കൂടി പറയുമ്പോൾ നിർത്താം നമുക്ക്. അതെങ്ങനെയാണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് ആൾ മാനേജേഴ്സ്. ഈ കോർഡിനേഷൻ എന്നത് കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൾ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് മാനേജേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ എല്ലാ മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ് കോർഡിനേഷൻ എന്ന വർക്ക്. അപ്പോൾ മാനേജേഴ്സിൻ്റെ അടിസ്ഥാനപരമായ ജോലി തന്നെ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഹെഡുകളായ മാനേജേഴ്സിൻ്റെ അടിസ്ഥാനപരമായ ജോലി തന്നെ സ്ഥാപനത്തിനകത്ത് ഡിഫറൻറ്റ് ലെവൽസുകൾ തമ്മിലോ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലോ ഉള്ള എന്ത് സാധ്യമാക്കുക? കോർഡിനേഷൻ സാധ്യമാക്കുക എന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പറയുന്നു, കോർഡിനേഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് എവരി മാനേജർ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ എന്താണ് മാനേജർ അയാളുടെ അടിസ്ഥാനപരമായ ധർമ്മമായി കണക്കാക്കേണ്ടത് കോർഡിനേഷൻ എന്ന ജോലിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ടോപ്പ് ലെവൽ മാനേജേഴ്സ് നീഡ് ടു കോർഡിനേറ്റ് വിത്ത് ദെയർ സബോർഡിനേറ്റ് ടു എൻഷുവർ ദാറ്റ് ഓവറോൾ പോളിസീസ് ഫോർ ദ ഓർഗനൈസേഷൻ ആർ ഡ്യൂലി ക്യാരിഡ് ഔട്ട്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഇങ്ങനെ തിങ്ക് ചെയ്യും, എന്താണ്ട് ലോവർ ലെവൽസിനെ കൊണ്ട് ജോലി ചെയ്യിക്കുക. ആര് മുഖാന്തരം? മിഡിൽ ലെവൽസ്. അപ്പോൾ ടോപ്പ് ലെവല് എന്താണ് ദേ കോർഡിനേറ്റ് ദെയർ സബോർഡിനേറ്റ് ടു എൻഷുവർ ആൾ എന്താണ് പോളിസീസ് ഫോർ ദ ഓർഗനൈസേഷൻ. സബോർഡിനേറ്റ്സിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള പോളിസികൾ എഴുതി തയ്യാറാക്കുക എന്ന ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ടോപ്പ് ലെവൽസ് ചെയ്യുന്നു. എന്താണ് ചെയ്യാനുള്ള പോളിസികൾ, നമ്മൾ ഫോളോ ചെയ്യാനുള്ള നയങ്ങൾ ഏതൊക്കെയാണെന്ന് ഉറപ്പുവരുത്തുന്നു. എന്നാൽ മിഡിൽ ലെവൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്താണ് കോർഡിനേറ്റ് വിത്ത് ബോത്ത് ടോപ്പ് ലെവൽ ആൻഡ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്. ഈ എന്താണ് ആ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ടോപ്പ് ലെവലിനെയും ലോവർ ലെവലിൽ വരുന്ന സൂപ്പർവൈസേഴ്സിനെയും ഫോർമാൻസിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ടോപ്പ് ലെവലിന്റെ പോളിസികൾ ലോവർ ലെവലിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം ആരേറ്റെടുക്കുന്നു? എന്താണ് മാനേജേഴ്സ് എന്ന ടീം എന്താണ് മിഡിൽ ലെവൽസ് ടീം ഏറ്റെടുക്കുന്നു. ഇനി ലോവർ ലെവൽ എന്ത് ചെയ്യുന്നു? ഓപ്പറേഷൻ ലെവൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദേ കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ് ടു എൻഷുവർ ദാറ്റ് വർക്ക് പ്രൊസീഡ് ടു അക്കോർഡിംഗ് ദ പ്ലാൻസ്. മാനേജ്മെന്റ് എഴുതി ഉണ്ടാക്കിയ ടോപ്പ് ലെവൽ എഴുതി ഉണ്ടാക്കി വെച്ച പ്ലാൻ എന്താണോ ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഐഡിയാസ് എന്താണോ, നമ്മുടെ ഗോൾ എന്താണോ, ആ ഗോൾ അച്ചീവിങ്ങിന് ആവശ്യമായ ആശയങ്ങൾ ഐഡിയാസ് എന്താണ് കൊണ്ടുവരിക, അല്ലെങ്കിൽ കൊണ്ടുവന്ന ഐഡിയാസിനെ അതേപോലെ നടപ്പിൽ വരുത്തുക എന്ന അടിസ്ഥാനപരമായ ജോലിയാണ് ആര് ലോവർ ലെവൽ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ലോവർ ലെവലിനകത്ത് സൂപ്പർവൈസേഴ്സിനെ അല്ലെങ്കിൽ ഫോർമാൻസിനെ ഉൾപ്പെടുത്തിയത്. അങ്ങനെ എന്താണ് ഫോർമാൻസ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് വന്നു ചേരുമ്പോൾ മാനേജ്മെന്റിനകത്ത് എന്താണ് ഉൾപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു? ആ കോർഡിനേഷന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ എന്റെപ്പോഴത്തേക്ക് റെസ്പോൺസിബിലിറ്റി ടോപ്പ് ലെവൽ അവരുടെ ഉത്തരവാദിത്വം, മിഡിൽ ലെവൽ അവരുടെ ഉത്തരവാദിത്വം, ലോവർ ലെവൽ അവരുടെ ഉത്തരവാദിത്വവും ഭംഗിയായി നോക്കി നടത്തുമ്പോൾ കോർഡിനേഷൻ എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്തു? സാധ്യമായി. അപ്പോൾ കോർഡിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആക്ടിവിറ്റീസിനെ സിങ്ക്രണൈസ് ചെയ്യുക എന്നതാണ്. ആ സിങ്ക്രണൈസിങ് പ്രോസസ്സ് കോർഡിനേഷൻ ചെയ്യുന്നു. അത് എന്ത് ചെയ്യുമ്പോഴത്തേക്കും കാറ്റഗറീസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഗ്രൂപ്പ് എഫർട്ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുവെന്നും യൂണിറ്റി ഓഫ് ആക്ഷൻ ഉള്ളതാണെന്നും കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നും പെർവസീവ് ഫംഗ്ഷൻ ആണെന്നും റെസ്പോൺസിബിലിറ്റി ഓഫ് ആൾ മാനേജേഴ്സ് ആണെന്നും എന്തുകൊണ്ടും പഠിച്ചു നിർത്തുന്നു.